നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗത്തിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാൻ മാർക്കോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തിയേറ്ററിൽ അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ടൈറ്റിൽ കാർഡ് കാണിക്കുമ്പോൾ അവിടെ അക്കുൻഫ അല്ലെങ്കിൽ ഓൾ കേരള ഉണ്ണിമുകുന്ദൻ ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു താങ്ക്സ് കാർഡ് ടൈറ്റിൽ. ആ പേര് കണ്ടപ്പോൾ തന്നെ തിയേറ്ററിലൊക്കെ വലിയൊരു ചിരി ഉണ്ടായി. ഞാനപ്പോൾ ആലോചിച്ചു, ഉണ്ണിമുകുന്ദന് ഫാൻസ് ഉണ്ടോ എന്ന് ഒരു നിമിഷം ഞാനൊന്ന് ആലോചിച്ച് പോയി. കാര്യം ആ ഒരു പേരും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ. പക്ഷേ ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ആ തോട്ടൊക്കെ ഒരുപാടങ്ങ് മാറിപ്പോയി. ഒരു പുതിയൊരു സൂപ്പർ സ്റ്റാറിനെ സ്ക്രീനിൽ കാണാൻ സാധിച്ചു. ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഒരു നടൻ ഒരു സൂപ്പർ സ്റ്റാറായിട്ട് മാറുന്നത് പലപ്പോഴും ഒരു ആക്ഷൻ ചിത്രം വഴിയാണ്. ഇതിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദിയിലോട്ടൊക്കെ തന്നെ നോക്കിയാൽ തന്നെ അമിതാഭ് ബച്ചൻ ഒരു സൂപ്പർ സ്റ്റാറായിട്ട് മാറിയത് 'സഞ്ജീർ' എന്ന് പറഞ്ഞൊരു ആക്ഷൻ ചിത്രത്തിൽ കൂടെയാണ്. അതുപോലെ തമിഴ് നോക്കിക്കഴിഞ്ഞാൽ രജനീകാന്തിൻ്റെ 'പടയപ്പ' മുതൽ പല പടങ്ങൾ ആക്ഷൻ സിനിമകൾ വന്നു കഴിയുമ്പോഴാണ് അയാൾ ഒരു സൂപ്പർ സ്റ്റാറായിട്ട് മാറുന്നത്. മലയാളത്തോട്ട് വന്നു കഴിഞ്ഞാൽ മലയാളത്തിലെ ലാലേട്ടൻ ഒരു സൂപ്പർ സ്റ്റാറായിട്ട് മാറിയത് 'രാജാവിൻ്റെ മകൻ' എന്ന ചിത്രം വന്നപ്പോഴാണ്. അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ 'കമ്മീഷണർ', പിന്നെ മമ്മൂക്കായുടെ 'ന്യൂഡൽഹി' എന്ന ചിത്രം, അതോടൊപ്പം തന്നെ പൃഥ്വിരാജിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാൻ പൃഥ്വിരാജാണ്. നോക്കിക്കഴിഞ്ഞാൽ 'പുതിയ മുഖം' എന്ന ചിത്രം. അത് ഒരു ആക്ഷൻ സിനിമയായിരുന്നു. അതിന് ശേഷമാണ് പൃഥ്വിരാജിന് വലിയ തോതിലൊരു ഫാൻ ഫോളോയിങ് ഉണ്ടാവുകയൊക്കെ ചെയ്തത്. അപ്പോൾ ആ ഒരു ഗണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മാർക്കോ എന്നൊരു ആക്ഷൻ ചിത്രം റിലീസായതിനു ശേഷം ഉണ്ണിമുഖത്ത് ഒരു സൂപ്പർ സ്റ്റാറായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും തന്നെയില്ല. ഒരുപാട് ആൾക്കാർ, ഒരുപാട് ക്രിട്ടിക്സ് അല്ലെങ്കിൽ പലരും പറഞ്ഞൊരു കാര്യം, മലയാളത്തിൽ ഇനിയൊരു സൂപ്പർ സ്റ്റാർ ഉണ്ടാകില്ല എന്നാണ്. കാര്യം നമ്മുടെ സിനിമയുടെ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ ഒരു റിയലിസ്റ്റിക് സിനിമകളാണ്, അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് സിനിമകളാണ്. അതിൻ്റെ അപ്പുറം ഒരു മാറി നിൽക്കുന്ന ഒരു ആക്ഷൻ സിനിമകളൊന്നും മലയാളത്തിൽ ഉണ്ടാകാറേ ഇല്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ആ സിനിമയ്ക്ക് ഉണ്ടാകുന്ന ഒരു വിസിബിലിറ്റി അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് ഉണ്ടാകുന്ന ഒരു യുഫോരിയ എന്ന് പറയുന്ന സംഭവമൊക്കെ ഒരു ലിമിറ്റഡ് ആണ്. അതിനപ്പുറം ആൾക്കാർ അതിലെ ഒരു താരത്തിനെ അല്ലെങ്കിൽ നടൻ എന്നതിലുപരി വേറെ രീതിയിലോട്ട് ആൾക്കാർ ആ ഒരു താരത്തെ നോക്കാറില്ല. പക്ഷേ മാർക്കോ അതിനെ വേറൊരു വിപരീതമായിട്ടാണ് നിന്നത്. മാർക്കോ എന്ന ചിത്രം ഒരു ആക്ഷൻ സിനിമ ആയതുകൊണ്ട് തന്നെ ഒരു ലാർജർ ദാൻ ലൈഫ് ഒരു നടനെ കാണാൻ സാധിച്ചു. ഇപ്പോഴത്തെ എല്ലാ ആക്ടേഴ്സും, യങ് ആക്ടേഴ്സും നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ലാർജർ ദാൻ ലൈഫ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടാണ്. അവർ വിചാരം അത് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഒരു ഇമേജ് തകരുമോ, അല്ലെങ്കിൽ ഇത് ഒട്ടും റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു പരിപാടി അല്ലല്ലോ, അത് പിടിക്കണോ എന്നുള്ള ഡൗട്ട് എപ്പോഴും പല ആക്ടേഴ്സിനും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ഫഹദ് ഫാസിലിനെ നോക്കിയാലും ടോവിനോ തോമസിനെ നോക്കിയാലും ഇപ്പോഴത്തെ യങ് ആക്ടേഴ്സ് നോക്കിയാലും അവർക്ക് ഒരിക്കലും ആ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ലാർജർ ദാൻ ലൈഫ് ഒരു സംഭവം കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ടായില്ല. ഓക്കെ, ടോവിനോടെ നോക്കിക്കഴിഞ്ഞാൽ ലാർജർ ദാൻ ലൈഫ് ഇപ്പോൾ ഇറങ്ങിയ സിനിമകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പക്ഷേ അതൊന്നും അത്ര വലിയൊരു യുഫോറിയ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ഉണ്ണിമുകുന്ദൻ്റെ കാര്യത്തിൽ അതൊരു മാറ്റമുണ്ടായി. കാര്യം അതുപോലെ തന്നെ ഈ ആക്ടേഴ്സിനൊക്കെ ഒരു സ്റ്റൈല് പിടിക്കാനും ഒരു സ്വാഗ് ചെയ്യാനൊക്കെ മടിയാണ്. പക്ഷേ അവിടെ ഉണ്ണിമുകുന്ദൻ വേറിട്ട് നിന്നു. കാര്യം മാർക്കോ എന്ന ചിത്രം നമ്മൾ കണ്ടു നോക്കുമ്പോൾ അതിൻ്റെ അകത്തിൽ ഉണ്ണിമുകുന്ദൻ്റെ സ്റ്റൈല് നമുക്ക് കാണാൻ സാധിക്കും. സ്വാഗ് നമുക്ക് കാണാൻ സാധിക്കും. കാര്യം ഉണ്ണിമുകുന്ദൻ്റെ ഇൻട്രോ ഫൈറ്റിൽ ഉണ്ടാവുന്ന കുറേ സീനുകളുണ്ട്. അതായത് സിഗരറ്റ് കറങ്ങി അയാളുടെ കൈ വരുന്ന സംഭവമൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ ഒരാൾ ഇടിച്ച് കഴിയുമ്പോൾ അയാളുടെ ഗ്ലാസ് കറങ്ങി ഇവൻ്റെ കൈ വരുന്ന സംഭവമാണ്. ഇതൊക്കെ ഒരു സ്വാഗാണ്, ഒരു സ്റ്റൈലാണ്. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇതൊക്കെ തന്നെ ഒരു സൂപ്പർ സ്റ്റാറിനെ ബിൽഡ് ചെയ്യിക്കുകയാണ്. അതിന് അയാൾക്ക് സ്വന്തമായ ഒരു സ്റ്റൈലുണ്ട് അല്ലെങ്കിൽ സ്വാഗുണ്ട് എന്ന് തെളിയിക്കുകയാണ്. ഇത് തന്നെയാണ് അപ്പം രജനീകാന്തിനെ നോക്കിയാൽ രജനീകാന്തിനെ സിഗരറ്റ് മണ്ടയ്ക്കോട്ട് എറിഞ്ഞിട്ട് വെടിവെച്ച് കത്തിച്ച് ചുണ്ടിലോട്ട് വെക്കുക, അല്ലെങ്കിൽ കറക്കി ചുണ്ടിലോട്ട് വെക്കുന്ന സംഭവങ്ങളൊക്കെ ഒരു സ്റ്റൈലായിരുന്നു. അതൊരു ആക്ടിങ് സ്കില്ലെന്നല്ല, അതൊരു സ്റ്റൈലാണ്. അതാണ് അയാളെ ഒരു സൂപ്പർ സ്റ്റാറാക്കി മാറ്റിയത്, അല്ലെങ്കിൽ ആ സിനിമകളാണ് സൂപ്പർ സ്റ്റാറാക്കി മാറ്റിയത്. അതുതന്നെയാണ് മാർക്കോയിൽ സംഭവിച്ചിരിക്കുന്നത്. ഇതാണ് ശരിക്കും ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഘടകങ്ങൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റൈൽ, ഒരു സ്ക്രീൻ പ്രസൻസ്, വെൽ ബിൽഡ് ബോഡി, അല്ലെങ്കിൽ കാണാൻ ഒരു ഒരു ഉരുക്ക് ബോഡി പോലെ നിൽക്കണം. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആക്ടിങ് സ്കിൽസ്, അത്യാവശ്യം നല്ല ആക്ഷൻ സ്കിൽസ്, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കരിഷ്മ, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന നടനിലുണ്ട്. അത് ഈ മാർക്കോ എന്ന സിനിമയിലാണ് നമുക്കതെല്ലാം കാണാൻ സാധിച്ചത്. ആ സ്ക്രീൻ പ്രസൻസ്, ആ സ്റ്റൈലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത് ഈ ഒരു ചിത്രത്തിലാണ്. സ്റ്റൈലും സ്വാഗും ഒക്കെ നമ്മൾ ലാസ്റ്റ് ആക്ച്വലി കണ്ടൊരു മലയാളം ആക്ടർ എന്ന് പറഞ്ഞത് പൃഥ്വിരാജായിരുന്നു. പൃഥ്വിരാജിൻ്റെ പഴയ കുറച്ച് സിനിമകളൊക്കെ നോക്കിയാൽ മതി. ഇപ്പം താൻ തോന്നി പോലെയുള്ള ചിത്രങ്ങളൊക്കെ പുള്ളിയുടെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. വേറൊരു രീതി നോക്കിക്കഴിഞ്ഞാൽ പൃഥ്വിരാജിൻ്റെയും ഉണ്ണിമുകുന്ദൻ്റെയൊക്കെ ജേർണി കൈൻഡ് ഓഫ് സിമിലർ ആണ്. ഒരുപാട് സിമിലർ അല്ല, ചെറിയ തോതിൽ രണ്ടിലൊരു സാമ്യത നമുക്ക് കാണാൻ സാധിക്കും. പൃഥ്വിരാജിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൃഥ്വിരാജിൻ്റെ ആ സമയത്ത് ഇറങ്ങിയ അത്യാവശ്യം സിനിമകളൊക്കെ ഓടിയിട്ടുമുണ്ട്. പക്ഷേ എന്നിരുന്നാലും പൃഥ്വിരാജിന് ഒരു സൂപ്പർ സ്റ്റാർ പദവി ലഭിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ആ സമയത്താണ് പൃഥ്വിരാജ് പ്ലാൻ ചെയ്തു 'പുതിയ മുഖം' എന്ന ചിത്രം ആഹ് ഉണ്ടാക്കുകയും, കാര്യം പുള്ളി തന്നെ അതിൻ്റെ ക്രൂവും കാര്യങ്ങളൊക്കെ നിശ്ചയിച്ച് ആ സിനിമ പുള്ളിക്ക് ഒരു സൂപ്പർ സ്റ്റാർ ആകണം, ഒരു ആക്ഷൻ സ്റ്റാർ ആകണം എന്ന് പറഞ്ഞ് ഇറങ്ങിയൊരു ചിത്രമായിരുന്നു 'പുതിയ മുഖം'.
അത് വലിയ രീതിയിൽ ഹിറ്റ് ആവുകയും പുള്ളി പ്ലാൻ ചെയ്ത പോലെ തന്നെ സക്സസ് ആയി മാറുകയും ചെയ്തു. അതൊരു കറക്റ്റ് പ്ലാൻഡ് പ്രൊജക്റ്റ് ആയിരുന്നു. അതുതന്നെയാണ് മാർക്കോയിൽ സംഭവിച്ചിരിക്കുന്നത്. മാർക്കോയും കറക്റ്റ് ഒരു പ്ലാൻഡ് പ്രൊജക്റ്റ് തന്നെയായിരുന്നു. ഉണ്ണിമുകുന്ദൻ തന്നെ സൂപ്പർ സ്റ്റാർ ആകാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു പ്രൊജക്റ്റ് തന്നെയായിരുന്നു. കാര്യം മലയാളത്തിൽ പൃഥ്വിരാജിന് ശേഷം അങ്ങനെ ഒരു ആക്ഷൻ സ്റ്റാർ ഒന്നും ജനിക്കുകയൊന്നും ഉണ്ടായില്ല. അത് ഇവിടെ തീർത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ പൃഥ്വിരാജിന് കരിയർ വന്ന സമയത്ത് ഒരുപാട് കളിയാക്കലും കാര്യങ്ങളൊക്കെ പുള്ളി നേരിട്ടിട്ടുണ്ടായിരുന്നു. അതുതന്നെയായിരുന്നു ഉണ്ണിമുകുന്ദൻ്റെ നേരെ ഉണ്ടായത്. ഒരുപാട് സൈബർ ആക്രമണങ്ങളും ഒരുപാട് താഴ്ത്തിക്കെട്ടലുകളും ഒരുപാട് കോൺട്രോവേഴ്സീസ് ഒക്കെ ഉണ്ണിമുകുന്ദന് നേരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഈ ഒരു ചിത്രം വഴി പുള്ളി മാറ്റിയിരിക്കുകയാണ്. പാൻ ഇന്ത്യൻ ലെവലിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയൊക്കെ നിങ്ങൾ റിവ്യൂസ് എടുത്ത് നോക്കുക മാർക്കോയുടെ. ആൾക്കാർ പ്രാന്ത് പിടിച്ച് നടക്കാം. കില്ലിനെയൊക്കെ അവർ സൈഡിലോട്ട് മാറ്റി, കില്ല് ആനിമലിനെയൊക്കെ സൈഡിലോട്ട് എടുത്ത് മാറ്റിയിട്ട് എല്ലാം മാർക്കയെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ നോർത്ത് ബെൽറ്റിലും തമിഴ്നാട്ടിലുമൊക്കെ ക്ലിക്കായി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് മലയാളത്തിലെ ഒജി പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാറായിട്ട് മാറാൻ പോവുകയാണ് ഉണ്ണിമുകുന്ദൻ. വലിയ ലീഗിലോട്ടാണ് ഇനി ഉണ്ണിമുകുന്ദൻ മാറാൻ പോകുന്നത്. മേ ബി ഉണ്ണിമുകുന്ദൻ സൂപ്പർ സ്റ്റാറായി മാറിക്കഴിയുമ്പോൾ മേ ബി അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന ഈ റോളുകൾ, ആക്ടിങ് സംഭവങ്ങളൊക്കെ മേ ബി ലിമിറ്റഡ് ആയിട്ട് മാറിയേക്കാം. പക്ഷെ പുള്ളി ചെയ്യാൻ പോകുന്ന സിനിമകളുടെ ക്യാൻവാസ് ഒക്കെ ലിമിറ്റ്ലെസ് ആയിട്ട് മാറും. വൻ ബഡ്ജറ്റഡ് സിനിമകളായിരിക്കും ഇനി വരാൻ പോകുന്നത്. ഫാൻ ഷോസുകൾ ഇനി ഉണ്ണിമുകുന്ദൻ ഉണ്ടായേക്കാം. മേ ബി കട്ടൗട്ടുകൾ ഉണ്ണിമുകുന്ദൻ്റെ വന്നേക്കാം. അതിനകത്ത് പാലാഭിഷേകങ്ങൾ ഉണ്ടായേക്കാം. ഇനി മേ ബി പുള്ളി കോട്ടും സൂട്ടും ഇട്ട് വന്ന് ഒരു M134 മിനി ഗൺ ഉപയോഗിച്ച് വീണ്ടും വില്ലന്മാരെ കൊന്നേക്കാം. വീണ്ടും റിപ്പിറ്റേഷൻസ് ഉണ്ടായേക്കാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്. അടുത്ത മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ ഉണ്ണിമുകുന്ദൻ തന്നെയാണ്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ എന്ന ഡയലോഗുകളൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടു. പക്ഷേ അതിൻ്റെ റിയൽ ലൈഫ് എക്സാമ്പിൾ ആക്ച്വലി ഉണ്ണിമുകുന്ദൻ കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. സോ ഗൈസ് റെഡി ഫോർ നെക്സ്റ്റ് ബിഗ് സൂപ്പർ സ്റ്റാർ. സോ ഗൈസ് കൂടുതൽ വീഡിയോസായിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം, ബൈ.